കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, so welcome to predictive question paper of BEBA 181 for December 2025 term and examination. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ബൈ ദ എൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ ഗൈഡ് ഗോ ത്രൂ ചെയ്യാത്ത എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ കാണണം, എന്നിട്ട് വേണം ഇത് ഗോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളുടെ ഇഗ്നോ 2025 എക്സാമിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാരണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ എൻവയോൺമെന്റൽ സ്റ്റഡീസ് BEBA 181 എന്ന് പറഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ്. ആൻഡ് ഇതിൽ മാക്സിമം മാർക്ക് വരുന്നത് 50 ആണ്. ടൈം വരുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറത്തേക്ക് 50 മാർക്കിനുള്ള എക്സാം ആണ്. ആൻഡ് ആ ഒരു 50 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും മസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, 1 മാർക്ക് വെച്ചിട്ടാണ് എല്ലാത്തിനും കിട്ടാറ്. അപ്പം ഇതിന്റെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ഓരോ ഓപ്ഷന്റെ താഴെയും ഓരോ ക്വസ്റ്റ്യന്റെ താഴെയും 4 ഓപ്ഷൻസ് ആയിരിക്കും ഉള്ളത്. അതിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു കഴിഞ്ഞിട്ട് എന്നാ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ബാക്കിയുള്ള എക്സാം എഴുതുന്ന പോലെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 മണിക്കൂർ എക്സാം ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 50 ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസും എല്ലാം വായിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു ടൈം പോകും. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അതിനുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ എല്ലാം കൂടെ വായിച്ചിട്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതൊന്നും മനസ്സിൽ വെക്കാം. സോ സെക്ഷൻ A എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് നോക്കാം. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആസ് എ ഫീൽഡ് ഓഫ് ലേണിംഗ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് as, അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഇവര് എൻവയോൺമെന്റൽ സ്റ്റഡീസിന് ഉള്ള ഒരു ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതാണ്? ഓക്കെ, ഏത് ഡിസ്ക്രിപ്ഷൻ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഏത് ഡിസ്ക്രിപ്ഷൻ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്നാണ്. അപ്പൊ അതിൽ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻ A, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒൺലി, മനുഷ്യന്മാരെ കുറിച്ചും അല്ലെങ്കിൽ ചെടികളെ കുറിച്ചും മാത്രം പഠിക്കുന്നതാന്ന് പറയുന്നു. പിന്നെ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ജോഗ്രഫി മാത്രം പഠിക്കുന്ന ഒരു പഠനമാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഓപ്ഷൻ C, ഇന്റർഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് റിലേഷൻഷിപ്പ്, മനുഷ്യനും അതേപോലെ തന്നെ എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഒരു ഇന്റർഡിസിപ്ലിനറി സ്റ്റഡിയാന്ന് പറയുന്നു. അതേപോലെ തന്നെ ഓപ്ഷൻ D എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് കെമിസ്ട്രി ഓഫ് എയർ ആൻഡ് വാട്ടർ ഓൺലി. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് ഇപ്പൊ എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും വേഗം തന്നെ ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. എന്താണ്? ഓപ്ഷൻ C ആണ്. കാരണം ഒരിക്കലും നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് അല്ലെ. അവിടെ മനുഷ്യനും അതേപോലെ തന്നെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഇന്റർഡിസിപ്ലിനറി സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയാം, നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസോട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഏതാണ്? ഇന്റർഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്. നമ്മൾ പലതരത്തിലുള്ള എൻവയോൺമെന്റ് പഠിച്ചായിരുന്നു. നാച്ചുറൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്, അല്ലെ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. അപ്പം അങ്ങനെ പല എൻവയോൺമെന്റ് പഠിച്ചു. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന 4 എക്സാമ്പിളില് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റിന്റെ എക്സാമ്പിള്
ഏതാണ് എന്ത് ചെയ്യുക ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഓപ്ഷൻ ബി കോറൽ റീഫ്, ഓപ്ഷൻ സി ലാർജ് ഇറിഗേറ്റഡ് പാഡി ഫീൽഡ്, ഓപ്ഷൻ ഡി ആൽപൈൻ മെഡോ. അപ്പൊ അതിന്റെ ആൻസർ ഉള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ലാർജ് ഇറിഗേറ്റഡ് പാഡി ഫീൽഡ് ആണ്. കാരണം ഈ പറയുന്ന പാഡി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹ്യൂമൻസ് ആണ്. ആൻഡ് ഹെവിലി മോഡിഫൈഡ് ഫ്രം ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. ഓക്കെ, ഒരു നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്നും അതിന് ഹെവിലി മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പാഡി ഫീൽഡ് ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാർജ് ഇറിഗേറ്റഡ് പാഡി ഫീൽഡ് ആണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ ഓപ്ഷൻ എ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഒരിക്കലും ആകത്തില്ല, കാരണം അതൊരു നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്, ഹ്യൂമൻ ക്രിയേറ്റഡ് അല്ല. കോറൽ റീഫും എന്താണ് ലാർജ്ലി നേച്ചർ മെറൈൻ എക്കോസിസ്റ്റം ആണ്. പിന്നെ നമ്മളുടെ ആൽപൈൻ മെഡോ എന്ന് പറയുന്നത് നാച്ചുറൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഗ്രാസ് ലാൻഡ് ആണ്. അപ്പം അത് മൂന്നും വരത്തില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ലാർജ് ഇറിഗേറ്റഡ് പാഡി ഫീൽഡ്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. Then question number 3, the term carrying capacity of the environment refers to. Carrying capacity എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് പറയുന്നത്? ഓപ്ഷൻ എ മാക്സിമം നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്, ഓപ്ഷൻ ബി മാക്സിമം പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് വിത്തൗട്ട് ഡീഗ്രേഡിംഗ് റിസോഴ്സസ്, ഓപ്ഷൻ സി ടോട്ടൽ ബയോമാസ് ഓഫ് ഓൾ ഓർഗാനിസം ഇൻ എ റീജിയൻ, ഓപ്ഷൻ ഡി മാക്സിമം നമ്പർ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് പ്രൊട്ടക്റ്റഡ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മളുടെ റിസോഴ്സുകളെ ഒന്നും തന്നെ നശിപ്പിച്ച് കളയാണ്ട് നമുക്ക് എത്രത്തോളം പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു കപ്പാസിറ്റിനെയാണ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സിമം പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് വിത്തൗട്ട് ഡീഗ്രേഡിംഗ് റിസോഴ്സസ്. നമ്മള് റിസോഴ്സുകൾ ഒന്നും നശിപ്പിക്കാണ്ട് നമുക്ക് എത്ര പോപ്പുലേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, ഇത്ര പേരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇവ ഓപ്ഷൻ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ എർത്തിലുള്ള സ്പീഷീസിന്റെ നമ്പർ മാത്രമാണ് ഓപ്ഷൻ എയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആവത്തില്ല അല്ലെ. പിന്നെ ഓപ്ഷൻ സി ആണെന്നുണ്ടെങ്കിലും ഒരു റീജിയണിലുള്ള ഒരു ഓർഗാനിസത്തിന്റെ ടോട്ടൽ ബയോമാസ്, അത് കറക്റ്റ് ആൻസർ അല്ല. ഇപ്പൊ ഓപ്ഷൻ ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻഡേഞ്ചേർഡ് സ്പീഷീസ് പ്രൊട്ടക്ട് ചെയ്യേണ്ട എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ മാക്സിമം നമ്പറാ പറയാ. അപ്പൊ അതും കറക്റ്റ് ആൻസർ അല്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. എഗെയിൻ ഇത് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 4, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെയിൻലി സീക്സ് ടു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഇൻക്രീസ് പ്രസന്റ് പ്രൊഡക്ഷൻ റിഗാർഡ്ലെസ് ഓഫ് ഫ്യൂച്ചർ ഇമ്പാക്ട്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം നോക്കാണ്ട് ജസ്റ്റ് പ്രസന്റ്ലി ഉള്ള പ്രൊഡക്ഷനെ കൂട്ടുക എന്നുള്ളതാണ് എന്ന് പറയുന്നു. ബി യൂസ് റിസോഴ്സസ് ടു മീറ്റ് പ്രസന്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ നീഡ്സ്. അതായത് നമ്മൾ എന്താണ് നമ്മളുടെ ഫ്യൂച്ചറിലുള്ള നീഡ്സിനെ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ പ്രസന്റ് നീഡ്സ് മീറ്റ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിലേക്കുള്ളതും നമ്മൾ നശിപ്പിച്ച് കളയുന്നില്ല, പക്ഷെ പ്രസന്റ് ആയിട്ടുള്ള നീഡ്സും എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ കൺസേർവ് ഓൾ റിസോഴ്സസ് ബൈ ബാനിങ് ദെയർ യൂസ്. എല്ലാ റിസോഴ്സും നമ്മൾ കൺസേർവ് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം യൂസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു മരം ഒരു മരവും നമ്മൾ മുറിക്കുന്നില്ല, അതിനെ കൺസേർവ് ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് മരം കൊണ്ടുള്ള ഉപയോഗം നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് ബാൻ ചെയ്യാണ്. ഇപ്പം ചില കേസിൽ ഇപ്പൊ സ്പെസിഫിക് നമ്പർ ഓഫ് അപ്പോ ട്രീസ് കട്ട് ചെയ്താലായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്താലായിരിക്കും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഇപ്പൊ മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോം ബിൽഡ് ചെയ്യുന്നതായിക്കോട്ടെ, നമുക്ക് ചില റിസോഴ്സ് നമുക്ക് വേണം അല്ലെ. അപ്പൊ ഒരു റിസോഴ്സും എല്ലാ റിസോഴ്സും എന്ത് ചെയ്യാണ് കൺസേർവ് ചെയ്യാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്നും അതിനെ തടഞ്ഞിട്ട് അതിനെ കൺസേർവ് ചെയ്യുകയാണെന്നാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ ഈവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മളുടെ ഫ്യൂച്ചർ നീഡ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ പ്രസന്റ് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിന്റെ ആൻസർ ഉള്ളത്. Then question number 5, in the grazing food chain the primary consumers are usually. ഗ്രേസിംഗ് ഫുഡ് ചെയിനില് പ്രൈമറി ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ഏതെന്നാണ്? ഓപ്ഷൻ എ കാർണിവോറസ്, ഓപ്ഷൻ ബി ഡീകമ്പോസേഴ്സ്, ഓപ്ഷൻ സി ഹെർബിവോറസ്, ഓപ്ഷൻ ഡി ഒംനിവോറസ്. ദ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സി ആണ്, ഹെർബിവോറസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഈറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ആർ ഹെർബിവോറസ്.
Next question number 6. The main driving force for energy flow in the most ecosystem. എല്ലാ ഇക്കോസിസ്റ്റത്തിലും എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ വേണ്ട മെയിൻ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഓക്കെ, എല്ലാ ഇക്കോസിസ്റ്റത്തിലും വേണ്ട ഫോഴ്സ് ഏതെന്നാണ്? ഓപ്ഷൻ എ വിൻഡ് എനർജി, ഓപ്ഷൻ ബി സോളാർ റേഡിയേഷൻ, ഓപ്ഷൻ സി ജിയോ തെർമൽ ഹീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ടൈഡൽ എനർജി. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സോളാർ റേഡിയേഷൻ ആണ്. ബിക്കോസ് സോളാർ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, മിക്ക പ്രൊഡ്യൂസേഴ്സും അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് എക്കോസിസ്റ്റവും റൺ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ എക്കോസിസ്റ്റത്തിലും ഒരു എനർജി ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഫോഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സോളാർ റേഡിയേഷൻ ആണ്. ഇപ്പം വിൻഡ് എന്നൊക്കെ പറഞ്ഞാലും സോളാർ ഹീറ്റിംഗിൽ നിന്നും ഉണ്ടായി വരുന്ന സെക്കൻഡറി ആണ്. അപ്പം വിൻഡ് ഒരിക്കലും വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ജിയോ തെർമൽ ഹീറ്റ് എന്ന് പറഞ്ഞാലും ലൈക് ലോക്കലി അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ ഫോഴ്സ് ആണ്, അല്ലെ, ഇമ്പോർട്ടന്റ് ലോക്കലി ആണ് ബട്ട് നോട്ട് ഗ്ലോബലി ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ല. ദെൻ ടൈഡൽ എനർജി എന്ന് പറഞ്ഞാലും ലോക്കൽ ആണ്, അതേപോലെ തന്നെ വളരെ മൈനർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മുടെ ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ. ആൻസർ ഈസ് സോളാർ റേഡിയേഷൻ. Question number 7. Which of the following best explains the 10% law of energy transfer in ecosystem? നമ്മുടെ എക്കോസിസ്റ്റത്തില് 10% എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? 10% ലോയിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ താഴെ ഏതെന്നാണ്? ഓപ്ഷൻ എ 10% ഓഫ് എനർജി ഇസ് ലോസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ. ഈ പറയുന്ന 10% ലോ എന്താണെന്നാണ്? സോ 10% ഓഫ് എനർജി ഈസ് ലോസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഓരോ ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10% എനർജി ലോസ്റ്റ് ആവുന്നുണ്ട്. അതാണ് 10% ലോ എന്നാണ് ഫസ്റ്റിൽ പറയുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ബിക്കോസ് ആക്ച്വലി 90% ആണ് ലോസ്റ്റ് ആവുന്നത്, 10% അല്ല ഓരോ ലെവലിലും. റോങ് ആണ്. ഓപ്ഷൻ ബി എടുത്താല് 10% ഓഫ് എനർജി പാസസ് ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു ദ നെക്സ്റ്റ്. ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക്, ഒരു എക്കോസിസ്റ്റത്തിലെ ഒരു ലെവലിൽ നിന്നും ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും മറ്റു ട്രോപ്പിക് ലെവലിലേക്ക് 10% എനർജിയാണ് പാസ് ഓൺ ചെയ്ത് പോകുന്നതെന്നാണ്. സോ അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഓപ്ഷൻ ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. സോ പിന്നെ ഓപ്ഷൻ സി ആൻഡ് ഡിയും എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ഓരോ ജനറേഷനിലും 10% ഓർഗാനിസം മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നു. അതേപോലെ തന്നെ 10% ഓഫ് സ്പീഷീസ് ആണ് എപ്പോഴും എൻഡേഞ്ചേർഡ് ആയിട്ട് പോകുന്നത്. അതാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. അപ്പൊ അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ആൻഡ് ആൻസർ വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 എടുത്താൽ ഇൻ എക്കോസിസ്റ്റം ഡീകമ്പോസസ് എന്താണ് ചെയ്യുന്നത്? അപ്പൊ അതിൽ പറയുന്നുണ്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു എന്ന് പറയുന്നു ഒന്നാമത്തെ ഓപ്ഷനിൽ. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന്. പിന്നെ സിയിൽ പറയുന്നു ഡെഡ് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നിട്ട് ന്യൂട്രിയൻസ് റിലീസ് ചെയ്യുന്നു എന്നുള്ളത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു റെഗുലേറ്റ് ക്ലൈമറ്റ് പാറ്റേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് എന്താണ്, ഡെഡ് മാറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂട്രിയൻസ് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരു ഫംഗ്ഷൻസും ഡീകമ്പോസേഴ്സ് ചെയ്യുന്നതല്ല. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ബ്രേക്ക് ഡൗൺ ഡെഡ് മാറ്റർ ആൻഡ് റിലീസ് ന്യൂട്രിയൻസ് എന്നുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2-ലാണ് ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. എ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ഈസ് ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഒരു വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ലോ വാട്ടർ ടേബിൾ ആൻഡ് ഡ്രൈ സോയിൽ ആയിരിക്കും എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ സി വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ഉണ്ട് ആൻഡ് വിച്ച് സപ്പോർട്ട് ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള വെജിറ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാട്ടർ ലോഗ് കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നു വെറ്റ്ലാൻഡിൽ. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ആനിമൽ ലൈഫിന്റെ ആബ്സെൻസ് ആണ്. ഓക്കെ, സോ വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഒരു ലോ വാട്ടർ ടേബിളോ അല്ലെങ്കിൽ ഡ്രൈ സോയിലോ ആയിരിക്കില്ല. അതേപോലെ ഫ്രോസൺ ഗ്രൗണ്ട് ഒരിക്കലും ആയിരിക്കത്തില്ല പെർമനന്റ് ആയിട്ടുള്ളത്. എന്തായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും. ബിക്കോസ് ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള വെജിറ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ആണ് വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ടർ എന്ന് പറയുന്നത് മെയിൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ ലോക്ഡ് കണ്ടീഷൻ സപ്പോർട്ടിങ് ഹൈഡ്രോഫൈറ്റിക് വെജിറ്റേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
അതേപോലെ ആബ്സെൻസ് ഓഫ് ആനിമൽ ലൈഫ് തെറ്റാണ്. അപ്പം നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഇനിയിപ്പം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോ പ്രോപ്പർ ആയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഉത്തരം എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കൂടെ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ സി. Then option question number 10 ആണ് organisms that freely swim in open water such as many fishes are called. അതായത് ഓപ്പൺ വാട്ടറിൽ ഫ്രീ ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഏതാണ്? നമ്മള് അക്വാട്ടിക് എക്കോസിസ്റ്റത്തില് അക്വാട്ടിക് ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പ്ലാങ്ക്ടൺ, ബെന്തസ്, നെക്ടൺ, പെരിഫൈറ്റൺ ഒക്കെ അല്ലെ. അപ്പൊ ഇതില് ഓപ്പൺ വാട്ടറിൽ ഫ്രീ ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നെക്ടൺ ആണ്. കാരണം നെക്ടൺ എന്ന് പറയുമ്പോൾ ആക്റ്റീവ്ലി സ്വിമ്മിങ് ഓർഗാനിസം ആണത്. ഡയറക്ട്ലി തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആ ഒരു അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യു ക്യാൻ ചെക്ക്. ഓക്കെ, എഗെയിൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്ലാങ്ക്ടണിന് ചിലപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് അത് ലൈക്ക് ഒരു സെന്റൻസ് ആയി തന്നിട്ട് താഴെ ചൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ പെന്തോസിന്റെയും പെരിഫൈറ്റിന്റെ ഒക്കെ ചോദിക്കാം മാറി മാറി. അപ്പം പ്രോപ്പർ ആയിട്ട് ഓരോ ഓർഗാനിസത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. Question number 11. In a typical lake, the shallow region near the shore with maximum plant growth is. അതായത് ഒരു ടിപ്പിക്കൽ ലേക്കില് ഏറ്റവും മാക്സിമം പ്ലാന്റ് ഗ്രോത്ത് ഉള്ള ഒരു ഷാലോ ആയിട്ടുള്ള റീജിയൻ ഏതാണെന്നാണ്, ഏത് സോൺ ആണെന്നാണ്. സോ ദ സോൺസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പ്രൊഫൗണ്ടൽ സോൺ, ഓപ്ഷൻ ബി ലിംനറ്റിക് സോൺ, ഓപ്ഷൻ സി ബെന്തിക് ആൻഡ് ഓപ്ഷൻ ഡി ലിറ്റോറൽ സോൺ. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിറ്റോറൽ സോൺ ആണ്. ബിക്കോസ് ലിറ്റോറൽ സോൺ എന്ന് പറഞ്ഞാൽ വളരെ ഷാലോ ആണ്. അതേപോലെ തന്നെ എന്താ പറയാ, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം അവിടെ മാക്സിമം ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലിറ്റോറൽ സോൺ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. എ ഹോട്ട് ഡെസേർട്ട് എക്കോസിസ്റ്റം ഈസ് മോസ്റ്റ്ലി ലൈക്ക് ടു ഷോ. ഒരു ഹോട്ട് ആയിട്ടുള്ള ഡെസേർട്ട് എക്കോസിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കും ഡെസേർട്ട് ആണ്. ഇപ്പൊ ഡെസേർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാണും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ എ ഹൈ റെയിൻഫോൾ ആൻഡ് ഡെൻസ് ട്രീ കവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി ലോ റെയിൻഫോൾ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എക്സ്ട്രീംസ്. ഓപ്ഷൻ സി പെർമനന്റ് ഐസ് കവർ ആൻഡ് സ്ട്രോങ് വിൻഡ്സ്. ഓപ്ഷൻ ഡി അബണ്ടന്റ് സർഫസ് വാട്ടർ ത്രൂ ഔട്ട് ദി ഇയർ. അപ്പൊ ഒരു ഹോട്ട് ആയിട്ടുള്ള ഡെസേർട്ട് എക്കോസിസ്റ്റം ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതായിരിക്കും? എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് ഇത് വായിച്ചില്ലെങ്കിൽ പോലും ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ റെയിൻഫോൾ ഒന്നും കാണത്തില്ല. അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ. അപ്പം റെയിൻഫോൾ ഇപ്പം ഓപ്ഷൻ എ ഒരിക്കലും കറക്റ്റ് ആവത്തില്ല. ഹൈ റെയിൻഫോൾ ഡെസേർട്ടിൽ കാണുമോ? ഇല്ല. അതേപോലെ ട്രീ കവർ, ഡെൻസ് ആയിട്ടുള്ള ട്രീ കവേഴ്സ്, നിങ്ങൾ ഏതെങ്കിലും ഡെസേർട്ടിൽ ഒത്തിരി ട്രീസ് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഓപ്ഷൻ സി എടുത്താൽ ഐസ് കവർ ഉണ്ടെന്ന് പറയുന്നു, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ ഓപ്ഷൻ ഡിയിൽ പറയുന്നു അബണ്ടന്റ് ആയിട്ട് സർഫസ് വാട്ടർ ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി എയും സിയും ഡിയും കറക്റ്റ് ആൻസേഴ്സ് അല്ല. പിന്നെ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്, ബിക്കോസ് ലോ റെയിൻഫോൾ ആണ്. അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ എക്സ്ട്രീംസ് ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിച്ച് ഈസ് ലോ റെയിൻഫോൾ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എക്സ്ട്രീംസ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സർവീസ് ഫംഗ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിന്റെ സർവീസ് ഫംഗ്ഷൻ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പ്രൊഡക്ഷൻ ഓഫ് പ്ലാസ്റ്റിക്. ഒരു എക്കോസിസ്റ്റം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദെൻ ഓപ്ഷൻ ബി കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ബെനിഫിറ്റ്സ്. നമുക്ക് കൾച്ചറലും അതുപോലെ റിക്രിയേഷണൽ ബെനിഫിറ്റ്സ് തരുന്നു. ഓപ്ഷൻ സി ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നു. ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. അപ്പൊ നമ്മള് സർവീസ് ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ബെനിഫിറ്റ്സ് ആണ്. നമ്മളിപ്പം ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാക്കിയുള്ള സർവീസ് ഫൗണ്ടേഷൻസ് ഇപ്പൊ നോക്കിയാൽ പ്ലാസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഡാംസ് ഒന്നും കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. മാംഗ്രൂവ് ഫോറസ്റ്റ് ടിപ്പിക്കലി ഫൗണ്ട്. എവിടെയാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്? ഹൈ മൗണ്ടെയിൻ സ്ലോപ്സിലാണോ, അല്ലെങ്കിൽ ഷെൽറ്റേർഡ് ട്രോപ്പിക്കൽ സീകോസ്റ്റിലാണോ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിലാണോ, ഇൻലൻഡ് ഡെസേർട്ടിലാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. അതായത് ഷെൽറ്റേർഡ് ട്രോപ്പിക്കൽ സീകോസ്റ്റിന്റെ അടുത്തായിട്ടാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് കാണപ്പെടാറ്, ബാക്കിയുള്ള സ്ഥലങ്ങളിലല്ല. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആൻസേഴ്സ് ഉള്ളത്.
Question number 15. Alluvial soil in India is mainly associated with എവിടെയാണ് ഏറ്റവും കൂടുതൽ alluvial soil കാണപ്പെടുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? 4 ഓപ്ഷൻസ് അഗൈൻ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ സാൻഡ് ഡ്യൂൺസ്, അതേപോലെ റിവർ ഫ്ലഡ് പ്ലെയിൻസ്, ഹൈ ആൽപൈൻ പാസ്റ്റേഴ്സ്, ലാവ പ്ലേറ്റേഴ്സ്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി റിവർ ഫ്ലഡ് പ്ലെയിൻസിലാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അലൂവിയൽ സോയില്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഉത്തരം കിടക്കുന്നത്. Then question number 16. A major cause of soil erosion on sloping agricultural land is, അതായത് ഒരു സ്ലോപ്പിംഗ് അഗ്രികൾച്ചറൽ ലാൻഡില് സോയിൽ ഇറോഷൻ ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം ഏതാണ്? ഓപ്ഷൻ എ ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ടാണോ? ഓപ്ഷൻ ബി ടെറസ് ഫാമിംഗ് കൊണ്ടാണോ? അല്ലെങ്കിൽ ഓവർ ഗ്രേസിംഗ് ബൈ ലൈഫ് സ്റ്റോക്ക്, ഈ ആനിമൽസ് ഒക്കെ ഒത്തിരി ഓവർ ആയിട്ട് ഗ്രേസ് ചെയ്യുന്നത് കൊണ്ടാണോ? ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൾച്ചിങ് വിത്ത് സ്ട്രോ ആണ്. സോ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. കാരണം ഈ ലൈഫ് സ്റ്റോക്ക് വന്നിട്ട് ഓവർ ഗ്രേസ് ചെയ്യുമ്പോൾ അവിടെയുള്ള സോയിൽ എന്ത് ചെയ്യാണ്? പതുക്കെ പോവാണല്ലോ. അവർ ഒരു സ്ഥലത്ത് തന്നെ വന്നിട്ട് മാത്രം ഫുഡ് കഴിക്കുമ്പോൾ അവിടെയുള്ള ഒരു മണ്ണിന്റെ ശക്തി കുറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ സോയിൽ ഇറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഓവർ ഗ്രേസിംഗ് ബൈ ലൈഫ് സ്റ്റോക്ക്. Question number 17. A traditional rainwater harvesting structure in arid region is, അതായത് എറിഡ് റീജിയനിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ. ഓക്കെ, എങ്ങനെയാണ് എറിഡ് റീജിയനിൽ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ട്രഡീഷണലി ഓപ്ഷൻ എ ട്യൂബ് വെൽ, ഓപ്ഷൻ ബി ചെക്ക് ഡാം, ഓപ്ഷൻ സി തെർമൽ പവർ പ്ലാന്റ് കൂളിംഗ് ടവർ, ഓപ്ഷൻ ഡി ഫ്ലൈ ആഷ് പോൺ. ഓക്കെ, സോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, തെർമൽ പവർ പ്ലാന്റ് കൂളിംഗ് ടവർ ആണ് ട്രഡീഷണൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ ഇൻ എറിഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആൻസർ ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. എ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ് ഇസ് ബെസ്റ്റ് ഇലസ്ട്രേറ്റഡ് ബൈ, അതായത് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി പെട്രോളിയം, ഓപ്ഷൻ സി ഗ്രൗണ്ട് വാട്ടർ റീചാർജ്ഡ് ബൈ റെയിൻഫോൾ, ആൻഡ് ഓപ്ഷൻ ഡി നാച്ചുറൽ ഗ്യാസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്രൗണ്ട് വാട്ടർ റീചാർജ്ഡ് ബൈ റെയിൻഫോൾ ആണ്. റിന്യൂവബിൾ ആയിട്ട് നമുക്ക് പിന്നെയും കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സ് ആണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ലൈക്ക് നമ്മളുടെ കോൾ, പെട്രോളിയം, അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഈ പറയുന്ന ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ടൈം ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ബൈ റെയിൻഫോൾ മാത്രമാണ് റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആൻസർ ഉള്ളത്. Then question number 19. A production forest is primarily managed for, ഒരു പ്രൊഡക്ഷൻ ഫോറസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഓക്കെ, അതിൽ ഓപ്ഷൻ എ സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ടാണ് പറയുന്നു, ഓപ്ഷൻ ബിയിൽ പറയുന്നു ടിംബർ അല്ലെങ്കിൽ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണെന്ന്, ഓപ്ഷൻ സി വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ടാണ്, വ്യൂവിങ്ങിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷൻ ഡി പറയുന്നു റിലീജിയസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പറയുന്നു. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ടിംബർ അല്ലെങ്കിൽ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫോറസ്റ്റ് മെയിൻ ആയിട്ട് മാനേജ് ചെയ്യാറ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ദ ടേം ഡീഫോറസ്റ്റേഷൻ റിഫേഴ്സ് ടു, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു നോൺ ഫോറസ്റ്റ് ലാൻഡ് യൂസ്, ഒരു ഫോറസ്റ്റിനെ നോൺ ഫോറസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി പ്ലാന്റിംഗ് ട്രീസ് ഓൺ ഡീഗ്രേഡഡ് ലാൻഡ്, ഒരു ഡീഗ്രേഡഡ് ലാൻഡിൽ ട്രീസ് നമ്മൾ കൊണ്ട് നടുക, പ്ലാന്റ് ചെയ്യുകയാണ്, അതാണോ ഡിഫോറസ്റ്റേഷൻ? അല്ലെങ്കിൽ ഓപ്ഷൻ സി നാച്ചുറൽ റീജനറേഷൻ ആഫ്റ്റർ ഫയർ, ഒരു ഫോറസ്റ്റില് കാട്ടുതീ വന്നു അത് കഴിഞ്ഞിട്ട് അത് നാച്ചുറലി ഒന്നും കൂടെ ഉണ്ടായി വരുന്ന പ്രോസസ് ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന പ്രോസസ് ആണോ എന്നാണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? അതായത് നമ്മളുടെ ഫോറസ്റ്റ് ഉള്ള ഏരിയനെ കൺവേർട്ട് ചെയ്തിട്ട് അതൊരു നോൺ ഫോറസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ആയിട്ട് മാറ്റുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ. ട്രീസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യാണ് അല്ലെ? അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആൻസേഴ്സ് ഉള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
ക്വസ്റ്റ്യൻ നമ്പർ 21 നമുക്ക് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി സീക്സ് എന്താണ്? ഓപ്ഷൻ എ എക്സ്ക്ലൂസീവ് കൺട്രോൾ ഓഫ് ഫോറസ്റ്റ് ബൈ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു? ഫോറസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോറസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാല്. സി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടും ലോക്കൽ കമ്മ്യൂണിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാല് നാച്ചുറൽ ഫോറസ്റ്റിനെ പ്ലാന്റേഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ട് അല്ലെ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ബിക്കോസ് നമ്മൾ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ കറക്റ്റ് ആൻസർ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ബിക്കോസ് ജോയിന്റ് JFM എന്ന് പറഞ്ഞാൽ which is based on community forest department partnership. Okay, so correct answer is C and it's from block 2 unit 5. Next, question number 22. At the genetic level, biodiversity refers to. Genetic level biodiversity refer ചെയ്യുന്നത് എന്താണ്? Variation among ecosystem in a region. Then option B, variation in climatic zones. Option C, variation in DNA within and between populations of a species. Option D, variation in annual rainfall. ഇപ്പൊ ജനറ്റിക് ലെവലിൽ ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്? വേരിയേഷൻ ഇൻ DNA വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ഓഫ് എ സ്പീഷീസ്. ഓക്കെ, അതായത് സ്പീഷീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പോപ്പുലേഷൻസ് ഇൻ ബിറ്റ്വീൻ പോപ്പുലേഷൻ തമ്മിലുള്ള DNA വേരിയേഷനെയാണ് നമ്മൾ ജനറ്റിക് ലെവലിലെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ റെഫർ ചെയ്യാറ്. ഓക്കെ, ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23, എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈസ് ആൻ ഏരിയ ദാറ്റ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ഓപ്ഷൻ എ, ലോ സ്പീഷീസ് ഉള്ളതാണ് ബട്ട് ഹൈ പോപ്പുലേഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി, എൻഡമിക് സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നു. ഓപ്ഷൻ സി, കൾട്ടിവേറ്റഡ് സ്പീഷീസ് മാത്രം കാണപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി, ഹ്യൂമൻ സെറ്റിൽമെന്റിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നു. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഹാസ് എൻ എൻഡമിക് സ്പീഷീസ് അണ്ടർ ഹൈ ത്രെറ്റ്. നമ്മൾ പഠിച്ചായിരുന്നു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഹൈലി എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ള ഏരിയ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആൻസർ വരുന്നത്. ഓക്കെ, then question number 24, which of the following gives an example of insight to conservation? താഴെ പറയുന്നവയിൽ ഇൻസൈറ്റ് ടു കൺസർവേഷന്റെ എക്സാമ്പിൾ ഏതെന്നാണ്? ഓപ്ഷൻ എ, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓപ്ഷൻ ബി, സുവോളജിക്കൽ പാർക്ക്. ഓപ്ഷൻ സി, സീഡ് ബാങ്ക്. ഓപ്ഷൻ ഡി, ബയോസ്ഫിയർ റിസർവ്. ആൻഡ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ബയോസ്ഫിയർ റിസർവ് ആണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലാം ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിക്കോട്ടെ, സുവോളജിക്കൽ പാർക്ക് ആയിക്കോട്ടെ, സീഡ് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാം തന്നെ എക്സൈറ്റു ആണ്. ഇതിൽ ബയോസ്ഫിയർ റിസർവ് മാത്രമാണ് ഇൻസൈറ്റ് കൺസർവേഷനിൽ വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25, എ നാഷണൽ പാർക്ക് ഈസ് പ്രൈമർലി എസ്റ്റാബ്ലിഷ് ടു. ഒരു നാഷണൽ പാർക്ക് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ, മൈനിങ്ങിന് വേണ്ടിയിട്ടാന്ന് പറയുന്നു. ഓപ്ഷൻ ബി, വൈൽഡ് ലൈഫ് കൺസേർവ് ചെയ്യാനും അവരുടെ ഹാബിറ്റാറ്റ് കൺസേർവ് ചെയ്യാനാന്ന് പറയുന്നു. ഓപ്ഷൻ സി, ലാർജ് ഇൻഡസ്ട്രീസ് ബിൽഡ് ചെയ്യാനാന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, അർബൻ എക്സ്പാൻഷൻ എൻകറേജ് ചെയ്യാനാന്ന് പറയുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നാഷണൽ പാർക്ക് പ്രൈമർലി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? വൈൽഡ് ലൈഫ് കൺസേർവ് ചെയ്യാനും അവരുടെ ഹാബിറ്റാറ്റ് കൺസേർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26 നമുക്ക് നോക്കാം. ദ ഓപ്ഷൻ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി പഠിച്ചപ്പോൾ യൂസ് വാല്യൂ, നോൺ യൂസ് വാല്യൂ ഒക്കെ പഠിച്ചായിരുന്നു. സോ അതിൽ വരുന്നതാണ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, നോൺ ഡയറക്റ്റ് യൂസ് വാല്യൂ only. Then option B, future potential uses yet unknown. Option C, cultural and spiritual enjoyment alone. Option D, strictly recreational activities. Okay, so and answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ബട്ട് എന്താ പറയാ അൺനോൺ ആയിട്ടുള്ള ഓപ്ഷൻ വാല്യൂ ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ യൂസ് ആണ്. നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള യൂസിന് വേണ്ടിയിട്ടുള്ള സംതിങ്, പക്ഷെ എന്താണ് അൺനോൺ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതാണ് ഓപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ വാല്യൂ ഫോർ ഫ്യൂച്ചർ ആണ്. ഓക്കെ, കറന്റ്ലി അതിന്റെ ഉപയോഗം പറഞ്ഞാൽ അൺനോൺ ആയിട്ടായിരിക്കും നമുക്ക് വരാറ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27, എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ദാറ്റ് ഡയറക്ട്ലി യൂസസ് സൺലൈറ്റ് ഈസ്. അതായത് നമ്മള് എന്താ പറയാ ഒരു നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സിന്റെ കാര്യം പറയുന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി സൺലൈറ്റിനെ യൂസും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഡീസൽ ജനറേറ്റർ. ഓപ്ഷൻ ബി, തെർമൽ പവർ പ്ലാന്റ്. ഓപ്ഷൻ ഡി, സോളാർ ഫോട്ടോവോൾട്ടൈക് പാനൽ. ഓപ്ഷൻ ഡി, കോൾ ഫയർഡ് ബോയിലർ. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ സോളാർ ഫോട്ടോവോൾട്ടൈക് പാനൽ ആണ്, ആൻഡ് വിച്ച് കൺവേർട്സ് സൺലൈറ്റ് ടു ഇലക്ട്രിസിറ്റി. ഓക്കെ,
അപ്പൊ സൺലൈറ്റിന്റെ ഇലക്ട്രിസിറ്റി ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. സോ വിച്ച് യൂസ് സൺലൈറ്റ് ഡയറക്ട്ലി അല്ലെ. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ സോളാർ ഫോട്ടോവോൾട്ടൈക് സെല്ലാണ്. എന്റെ ആൻസർ ഉള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28, ബയോഗ്യാസ് ഇസ് മെയിൻലി എ മിക്സ്ചർ ഓഫ്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്ത് രണ്ടിന്റെയും മിക്സ്ചർ ആണ് ബയോഗ്യാസ്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ബി മീഥെയിൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ ആൻഡ് മീഥെയിൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. സോ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കാം. എക്സസീവ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേഷൻ ക്യാൻ ലീഡ് ടു. ഇപ്പൊ നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സസീവ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ റിവർ സെഡിമെന്റ് ലോഡ് ഓൺലി, ഓപ്ഷൻ ബി റീചാർജ് ഓഫ് അക്വിഫയേഴ്സ്, ഓപ്ഷൻ സി സലൈനൈസേഷൻ ആൻഡ് ഡിക്ലൈൻ ഇൻ വാട്ടർ ടേബിൾ, ഓപ്ഷൻ ഡി എക്സ്പാൻഷൻ ഓഫ് ഗ്ലേഷ്യേഴ്സ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് വാട്ടർ ടേബിളിന്റെ സലൈനൈസേഷൻ കൂടുന്നു, അതേപോലെ തന്നെ അത് ഡിക്ലൈൻ ആവുന്നു. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഇറിഗേഷന് വേണ്ടിയിട്ട് ഒത്തിരി ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ സലൈനൈസേഷൻ അതേപോലെ തന്നെ അതായത് വാട്ടറിന്റെ സോൾട്ടിന്റെ അളവ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ വാട്ടർ ടേബിൾ ഡിക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആൻസർ ഈസ് ഫ്രം ബ്ലോക്ക് 2 യൂണിറ്റ് 4. ഓക്കെ, question number 30, a major threat to biodiversity in tropical forest is low sunlight വരുന്നുണ്ട്, ബി conversion to agricultural and pastoral land, ഓപ്ഷൻ സി extremely low temperature, ഓപ്ഷൻ ഡി lack of rainfall. അതായത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റില് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിക്ക് ഉള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ത്രെട്ട് എന്താണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ. സോ 4 ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അതായത് കൺവേർഷൻ ടു അഗ്രികൾച്ചറൽ ആൻഡ് പാസ്റ്ററൽ ലാൻഡ്. നമ്മളിപ്പോ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അഗ്രികൾച്ചറൽ പാസ്റ്ററൽ ലാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു വലിയൊരു ത്രെറ്റ് ആണ്. സോ അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 8 നമ്മളുടെ ആൻസർ ഉള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31, എ പ്രൈമറി എയർ പൊല്യൂട്ടന്റ് റിലീസ് ഫ്രം ബേണിംഗ് ഹൈ സൾഫർ കോൾ ഈസ്. അതായത് നമ്മള് ഹൈ സൾഫർ കോളിനെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈമറി ആയിട്ടുള്ള എയർ പൊല്യൂട്ടന്റ്. ഓക്കെ, എയർ പൊല്യൂഷന് കാരണമാകുന്ന ഒരു പൊല്യൂട്ടന്റ് ഈ പറയുന്ന ഹൈ സൾഫർ കോള് ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അത് ഏതെന്നാണ് ഉത്തരം? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ സി നിയോൺ ആൻഡ് ഓപ്ഷൻ ഡി ഹീലിയം. ആൻസർ എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ആണ്. ഓക്കെ, സൾഫർ ഹൈ സൾഫർ കോൾ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എയർ പൊല്യൂട്ടന്റ് ആണ് സൾഫർ ഡയോക്സൈഡ്, വിച്ച് ഈസ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 32, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD ഓഫ് എ വാട്ടർ ഇൻഡിക്കേറ്റ്സ്. വാട്ടർ ബോഡി, നമ്മളുടെ വാട്ടർ ബോഡിയിൽ BOD എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഓപ്ഷൻ എ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്, ഓപ്ഷൻ ബി ടോട്ടൽ ഡിസോൾഡ് സോൾട്സ് ഇൻ വാട്ടർ, ഓപ്ഷൻ സി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, ഓപ്ഷൻ ഡി കളർ ഓഫ് വാട്ടർ. ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടത്ര നമ്മളുടെ വാട്ടറിലുള്ള ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ടിനെയാണ് BOD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9. ക്വസ്റ്റ്യൻ നമ്പർ 33, എക്സസീവ് ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഓഫ് ലേക്ക് റിസൾട്ടിംഗ് ഇൻ ആൽഗം ബ്ലൂംസ് ഈസ് നോൺ ആസ്. നമ്മൾ പഠിച്ച ഒരു നല്ല ടേം ആണ്. അതായത് നമ്മളൊരു ലേക്കിൽ എക്സസീവ് ആയിട്ട് ന്യൂട്രിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വാട്ടറിൽ ഒത്തിരി ആൽഗൽ ബ്ലൂംസ് ഉണ്ടായി വരാനുള്ള ഒരു കാരണമാണ്. അപ്പം അതിനെ പറയുന്ന ടേം എന്തെന്നാണ്? ഓപ്ഷൻ എ ബയോമാഗ്നിഫിക്കേഷൻ, ഓപ്ഷൻ ബി യൂട്രോഫിക്കേഷൻ, ഓപ്ഷൻ സി ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഓപ്ഷൻ സി ആസിഡിഫിക്കേഷൻ. നമ്മൾ പഠിപ്പിച്ചപ്പോൾ ലൈവ് എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് ഉത്തരം? യൂട്രോഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് സംഭവിക്കുമ്പോൾ എക്സസീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആൽഗൽ ബ്ലൂംസ് ഉണ്ടായി വരുന്നു. സോ ആ ഒരു ടേം ആണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിച്ച് ഈസ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9. Then question number 34, noise level is normally measured in noise level. നമ്മൾ നോയിസ് ലെവലിനെ എങ്ങനെയാണ് യൂഷ്വലി മെഷർ ചെയ്യാറുള്ളതെന്നാണ്. എഗെയിൻ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഓപ്ഷൻ എ ഹെർട്സ്, ഓപ്ഷൻ ബി ഡെസിബൽ, ഓപ്ഷൻ സി ജൂൾ, ഓപ്ഷൻ ടി ആംപിയർ. ഓക്കെ, ഇപ്പോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഡെസിബൽ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. നോയിസ് ലെവലിനെ നമ്മൾ നോർമലി മെഷർ ചെയ്യുന്നത് ഡെസിബൽ. ഓക്കെ, ഡെസിബൽസിലായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 35, എ കോമൺ മെത്തേഡ് ഓഫ് ഡിസ്പോസിംഗ് മുനിസിപ്പൽ വേസ്റ്റ് സോളിഡ് വേസ്റ്റ് ഇൻ മെനി സിറ്റീസ്. അതായത് നമ്മൾ മോസ്റ്റ് ഓഫ് ദി സിറ്റീസിലും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ആ മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡീപ് സീ ഡംപിംഗ് ഓഫ് അൺട്രീറ്റഡ് വേസ്റ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ ബേണിംഗ് ഓൺ റോഡ്സ്,
Option C, sanitary landfill, and option D, injection into oil wells. So correct answer എന്ന് പറഞ്ഞാൽ ഏതാണ്? സാനിറ്ററി ലാൻഡ്ഫിൽ ആണ്. നമ്മൾ ലാൻഡ്ഫില്ലുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓപ്പൺ ലാൻഡ്ഫില്ലും അതേപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ലാൻഡ്ഫില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. സോ ഏറ്റവും കൂടുതലും നമ്മൾ സോളിഡ് വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 10ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഹസാർഡസ് വേസ്റ്റ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് വേസ്റ്റ് ദാറ്റ് contains only biodegradable materials. ഹസാർഡസ് വേസ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, contains only biodegradable materials. Option C is always inert and harmless. Option C can pose sustainable risk to human health or environment. Option D consists only of construction debris. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും വളരെ ഹൈ ആയിട്ടുള്ള ഒരു റിസ്ക്, ഹെൽത്ത് റിസ്ക് ആണെങ്കിലും അത് പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാല് ഹസാർഡസ് വേസ്റ്റ് എന്ന്. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ഹസാർഡസ് വേസ്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10ലാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37 നമുക്ക് നോക്കാൻ. ആൻഡ് ഇമ്പോർട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിലീസ് ഫ്രം അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ്ഫിൽ. അതായത് അഗ്രികൾച്ചറിൽ നിന്നും ലാൻഡ്ഫില്ലിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതെന്നാണ്? ഓപ്ഷൻ എ ആർഗൺ, ഓപ്ഷൻ ബി മീതെയിൻ, ഓപ്ഷൻ സി നിയോൺ ആൻഡ് ഓപ്ഷൻ ഡി ഹീലിയം. ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി മീതെയിൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11ലാണ് അതിന്റെ ആൻസേഴ്സ് ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38. ഗ്ലോബൽ വാർമിംഗ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത്. ഗ്ലോബൽ വാർമിംഗ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഏതാണ്? ഒന്നാമത്തത് ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഓപ്ഷൻ സി റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഓപ്ഷൻ ഡി റിഡക്ഷൻ ഇൻ സോളാർ ഔട്ട്പുട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ആണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ആവറേജ് ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാറ് അല്ലെ. സോ ബ്ലോക്ക് 3 യൂണിറ്റ് 1ലാണ് ആൻസർ ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഇസ് ലാർജ്ലി ലിങ്ക്ഡ് ടു. അതായത് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ പഠിച്ചായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ സംഭവിക്കുന്നത്. അപ്പം താഴെ പറയുന്ന 4 ഓപ്ഷൻസിൽ ഒരെണ്ണമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാരണമാണ്. സോ അതിന്റെ കാരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് ഫ്രം വെഹിക്കിൾസ്. ഓപ്ഷൻ ഡി ക്ലോറോഫ്ലോറോ കാർബൺസ് ഫ്രം കൂളൻസ്. ഓപ്ഷൻ സി നൈട്രജൻ ഫ്രം ഫെർട്ടിലൈസേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി ഡസ്റ്റ് ഫ്രം മൈനിങ്. നമ്മൾ പഠിച്ചതാണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാൻ ഏറ്റവും കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ കാരണമാണ് ഓസോൺ ഡിപ്ലീഷൻ മെയിൻ ആയിട്ടും സംഭവിക്കുന്നത്. ആൻഡ് ഈ CFC പല രീതിയിൽ പല ഇതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂളൻസിലൊക്കെ നമുക്ക് CFCസിന്റെ പ്രസൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻസർ ഉള്ളത് ബ്ലോക്ക് 3 യൂണിറ്റ് 11ലാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്ത ഇയർ ആണ് 1948, 1972, 1986, 2001. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1986ലാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഇനാക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വേറെ പല ആക്ടിന്റെയും ഇയേഴ്സ് ആണ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12ലാണ് ആൻസർ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈസ് പ്രൈമർലി ഡീൽസ് വിത്ത്. NGT എന്താണ് മെയിൻ ആയിട്ടും ചെയ്യുന്നതെന്നാണ്? ഓപ്ഷൻ എ ക്രിമിനൽ ലോ കേസ് മാനേജ് ചെയ്യുന്നു. ഓപ്ഷൻ ബി ഡിസ്പ്യൂട്ട്സ് മാത്രം നോക്കുന്നു. ഓപ്ഷൻ സി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുന്നു. ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ സബ്സൈഡ്സ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു നോക്കുന്നതാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ആൻസർ ഉള്ളത് ബ്ലോക്ക് 4 യൂണിറ്റ് 12ലാണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 42. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നതാണ് ക്വസ്റ്റ്യൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓപ്ഷൻ എ പ്രൊമോട്ട് എക്സ്പോർട്ട് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊഡക്റ്റ്. വൈൽഡ് ലൈഫ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ബി പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു വൈൽഡ് ആനിമൽസ് ആൻഡ് ദർ ഹാബിറ്റാറ്റ്സ്. വൈൽഡ് ആനിമൽസിനും അവരുടെ ജീവിക്കുന്ന ഹാബിറ്റാറ്റിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഇൻക്രീസ് ഹണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക. ഓപ്ഷൻ ഡി എൻകറേജ് കൺവേർഷൻസ് ഓഫ് ഫോറസ്റ്റ് ഇൻ ടു ഫാംസ്. ഓക്കെ, ഇതിപ്പോ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ എന്തായാലും അല്ല, അല്ലെങ്കിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അല്ല. കാരണം എന്താണ്, അതൊക്കെ അതിനെതിരെ ആയിട്ടുള്ള ലൈക്ക് ഓപ്ഷൻസ് ആണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരുടെ ഹാബിറ്റാറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു വൈൽഡ് ആനിമൽസ് ആൻഡ് ദർ ഹാബിറ്റാറ്റ്സ്. ഓക്കെ, ബ്ലോക്ക് 4 യൂണിറ്റ് 12ലാണ് ആൻസർ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 43 നമുക്ക് നോക്കാം.
വെരി ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ എ റീജിയൻ ഈസ് മോസ്റ്റ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത്. ഒരു റീജിയനിൽ വളരെ ഹൈ ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം വരുന്നതാണ്. ഓപ്ഷൻ എ ഡിക്ലൈൻ ഇൻ ബർത്ത് റേറ്റ് ആൻഡ് റൈസ് ഇൻ ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് കുറയുന്നു, ഡെത്ത് റേറ്റ് കൂടുന്നു. ദെൻ ഓപ്ഷൻ ബി ബർത്ത് റേറ്റ് കൂടുന്നു, ഡെത്ത് റേറ്റ് കുറയുന്നു. ഓപ്ഷൻ സി ഈക്വൽ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. ഓപ്ഷൻ ഡി സീറോ മൈഗ്രേഷൻ. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ബർത്ത് റേറ്റ് കൂടുക, അതുപോലെ ഡെത്ത് റേറ്റ് കുറയുക, ആ ഒരു അവസ്ഥയിലാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുന്നത്. സോ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44 നമുക്ക് നോക്കാം. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മീസൽസ് ആൻഡ് മംസ്, ട്യൂബർക്ലോസിസ് ആൻഡ് കോളറ, ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലുവൻസ ആൻഡ് ഡെങ്കു. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ട്, അതായത് ആർക്കും പടരാത്ത ഡിസീസ് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് വരണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ അതേസമയം ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സി ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ആൻസർ ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 45. ആൻഡ് എർത്ത് ക്വേക്ക് ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ. എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തെന്നാണ്? ഓപ്ഷൻ എ സഡൻ മൂവ്മെന്റ് അലോങ് ഫോൾട്ട് ഇൻ എർത്ത് ക്രസ്റ്റ്. ഓപ്ഷൻ ബി ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓപ്ഷൻ സി മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഓപ്ഷൻ ഡി ഗ്രോത്ത് ഓഫ് കോറൽ റീഫ്സ്. അതിന്റെ ആൻസർ എന്താണ്? എന്തുകൊണ്ടാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്? എർത്തിന്റെ ക്രസ്റ്റിൽ പെട്ടെന്നുള്ള ഒരു മൂവ്മെന്റ്, അതുകൊണ്ടാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46. എൻവയോൺമെന്റൽ എത്തിക്സ് മെയിൻലി ഡീൽസ് വിത്ത്. എൻവയോൺമെന്റൽ എത്തിക്സ് എന്താണ് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ടെക്നിക്കൽ ഡിസൈൻ ഓഫ് മെഷീൻസ്. ഓപ്ഷൻ ബി മോറൽ പ്രിൻസിപ്പിൾസ് ഗൈഡിംഗ് ഹ്യൂമൻ ബിഹേവിയർ ടുവേർഡ് നേച്ചർ. ഓപ്ഷൻ സി ഓൺലി ലീഗൽ പെനാൽറ്റീസ് ഫോർ പൊല്യൂഷൻ. ഓപ്ഷൻ ഡി മാർക്കറ്റ് പ്രൈസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. അപ്പൊ എൻവയോൺമെന്റൽ എത്തിക്സ് ഡീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ആണ്. അതായത് ഇപ്പൊ മെഷീൻസിന്റെ കാര്യം, അല്ലെങ്കിൽ ലീഗൽ പെനാൽറ്റീസോ, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിന്റെ മാർക്കറ്റിംഗ് പ്രൈസോ കാര്യങ്ങളോ ഒന്നും അല്ല എൻവയോൺമെന്റൽ എത്തിക്സിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൻ ബിഹേവിയർ, അതായത് നേച്ചറിനോടുള്ള മനുഷ്യരുടെ ബിഹേവിയറിന്റെ ഗൈഡ് ചെയ്യുക. ഓക്കെ, അതിലുള്ള മോറൽ പ്രിൻസിപ്പിൾസ്, അതാണ് എൻവയോൺമെന്റൽ എത്തിക്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എൻവയോൺമെന്റിനോട് ചെയ്യേണ്ട മോറൽ ഡ്യൂട്ടീസ് എന്താണോ അതാണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. സോ വിച്ച് ഈസ് ഫ്രം ബ്ലോക്ക് 4 യൂണിറ്റ് 14. ക്വസ്റ്റ്യൻ 47 നമുക്ക് നോക്കാം. A view that assigns intrinsic value to all living beings, not just humans, is closest to. അതായത് എല്ലാ ലിവിങ് ബീങ്സിലേക്കും ഉള്ള ഒരു വാല്യൂ ആണ്. ജസ്റ്റ് ഹ്യൂമൻസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ എല്ലാ ലിവിങ് ബീങ്സ്, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ പറയുന്ന ഒരു വ്യൂ ഏതെന്നാണ്? ഓപ്ഷൻ എ സ്ട്രിക്റ്റ് ആന്ത്രോപോസെൻട്രിസം. ഓപ്ഷൻ ബി ബയോസെൻട്രിക് വ്യൂ. ഓപ്ഷൻ സി പ്യുവർ എക്കണോമിക് വ്യൂ. ഓപ്ഷൻ ഡി ടെക്നോ സെൻട്രിക് വ്യൂ. ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ബയോസെൻട്രിക് വ്യൂ എന്നുള്ളത്. കാരണം ബയോസെൻട്രിസം എന്ന് പറയുമ്പോൾ എല്ലാ ലിവിങ് ബീങ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്തല്ല, ഹ്യൂമൻസിനെ മാത്രമല്ല, എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യൂ ആണ് ബയോസെൻട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആൻസേഴ്സ് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 48. എൻവയോൺമെന്റൽ ഇക്വിറ്റി റിക്വസ്റ്റ് എന്താണ് എൻവയോൺമെന്റൽ ഇക്വിറ്റിക്ക് വേണ്ടത്? ഓപ്ഷൻ എ ഓൺലി urban people benefit from resources. Option B cost and benefits of environmental decisions are fairly shared. Option C only industries decide on resource use. Option D only governments enjoy environmental benefits. So question number 48ന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്ക് എൻവയോൺമെന്റിന് കിട്ടുന്ന കോസ്റ്റും ബെനിഫിറ്റ്സും എല്ലാവരിലേക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക, അതാണ് എൻവയോൺമെന്റൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആൻസർ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 49 നമുക്ക് നോക്കാം. എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്? എൻവൈസ് എന്താണ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ മൈനിങ് മോർ മിനറൽസ് ഒത്തിരി മൈൻ ചെയ്യുന്നു. ഓപ്ഷൻ ബി പ്രൊവൈഡിങ് ഓർഗനൈസ്ഡ് എൻവയോൺമെന്റൽ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷനും അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓപ്ഷൻ സി ടൂറിസം പ്രൊവൈഡ് ചെയ്യുന്നു. ഓപ്ഷൻ ഡി ഫോറസ്റ്റ് ഗാർഡ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ കറക്റ്റ് ഏതാണ്? നമ്മൾ പഠിച്ചതാ. എൻവൈസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അപ്പം അതിനോട് മാച്ച് ആവുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രൊവൈഡിങ് ഓർഗനൈസ്ഡ് എൻവയോൺമെന്റൽ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആണ്. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. എ കമ്മ്യൂണിറ്റി ബേസ്ഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ദാറ്റ് റെസിസ്റ്റഡ് ദ ഫെല്ലിംഗ് ഓഫ് ട്രീസ് ത്രൂ നോൺ വയലന്റ് ആക്ഷൻ. അതായത് ഒരു നോൺ വയലന്റ് ആക്ഷനിലൂടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്ത് ചെയ്തു? ട്രീസ് മുറിക്കുന്നത് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതെന്തെന്നാണ്? ഓപ്ഷൻ എ പ്യൂർലി ഇൻഡസ്ട്രിയൽ ക്യാമ്പയിൻ. ഓപ്ഷൻ ബി എ മൂവ്മെന്റ് ഫോർ മോർ ഡാംസ്.
Option C, a grassroots forest conservation movement. Option D, a campaign for new thermal power plants. So ആ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. എ ഗ്രാസ് റൂട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ് ആയിരുന്നു. അതായത് നോൺ വയലന്റ് ആക്ഷനിലൂടെ ട്രീസ് മുറിക്കുന്നത് എന്ത് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് എൻവയോൺമെന്റ് മൂവ്മെന്റ് ആയിരുന്നു. സോ ഒരു ഗ്രാസ് റൂട്ട് ഫോറസ്റ്റ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ്. അതിപ്പോ നമുക്ക് വേറെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻഡസ്ട്രിയൽ ക്യാമ്പയിൻ അല്ല, അല്ലെങ്കിൽ ഡാംസ് റിലേറ്റഡ് അല്ല, അതേപോലെ തന്നെ തെർമൽ പ്ലാന്റ്സ് റിലേറ്റഡ് അല്ല. ബിക്കോസ് എന്താ അവിടെ ഫെല്ലിംഗ് ഓഫ് ട്രീസ് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട്സ് ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആൻസർ ഉള്ളത്. സോ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവാ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വായിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എല്ലാവരും തന്നെ ഗൈഡ് ആണെങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.